ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ്. അതേസമയം ഒരുപാട് IPOകൾ വരുന്നു, ഒന്നിനു പിറകെ ഒന്നായിട്ട്. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു IPO റിവ്യൂ ആണിത്. ആർക്കേഡ് ഡെവലപ്പേഴ്സ്, ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. അതിൻ്റെ IPO റിവ്യൂ ആണ്, ആ കമ്പനിയുടെ IPO റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ. സോ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ആർക്കേഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ സൊസൈറ്റി റീഡെവലപ്മെൻറ്റ്സ് ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. പുതിയ പ്രൊജക്റ്റുകൾ, ഈ സ്ലം റീഹാബിലിറ്റൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, പുതിയ പ്രൊജക്റ്റുകൾ, സൊസൈറ്റി റീഡെവലപ്മെൻറ്റ്, റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. മുംബൈയുടെ പ്രധാനപ്പെട്ട പടിഞ്ഞാറൻ മേഖലകളായിട്ടുള്ള വില്ലെ പാർലെ, അന്ധേരി, ഗോരേഗാവ്, മാലാഡ്, കാണ്ടിവില്ലി, ബോറിവില്ലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ടാണ് ഇവർക്ക് കൂടുതലും പ്രൊജക്റ്റുകളുള്ളത്. ഏകദേശം 45 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ്, 45 ലക്ഷം സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ ഇവർ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 28,500 രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്നുള്ളതാണ് ഇവരുടെ റിയലൈസേഷൻ റേറ്റ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു 410 കോടി രൂപയുടെ IPO ആണ്. അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ് എന്ന് ഞാൻ പറയും. സോ 410 കോടി രൂപയുടെ IPO ആണിത്. കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ്. 250 കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് 3 വരുന്ന പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ഉപയോഗിക്കാൻ പോകുന്നത് വരുന്ന പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ലാൻഡ് എക്വയർ ചെയ്യാനും പിന്നെ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിനുമായിട്ടാണ് കമ്പനി വ്യക്തമാക്കുന്നത്. 121 മുതൽ 128 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 2,376 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 17% ഡയലൂഷൻ. 16 സെപ്റ്റംബർ 2024, അതായത് 16 സെപ്റ്റംബർ 24 മുതൽ 19 സെപ്റ്റംബർ 2024 വരെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. 24 സെപ്റ്റംബർ 2024 ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ്. റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഓൾറെഡി നല്ല ബൂമിലാണ് ഉള്ളത്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് പുതിയ ചലനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പല വലിയ ബിഗ് പ്ലെയേഴ്സിനും പ്രീ ബുക്കിങ്ങും പ്രീമിയം അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ സെല് ചെയ്ത് പോകുന്ന ഒരു സമയത്താണ് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ IPO എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ കമ്പനിയുടെ പ്രധാനമായിട്ടും ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരെ നോക്കേണ്ടത് അവർക്ക് ഇപ്പോൾ എത്രമാത്രം പ്രൊജക്റ്റുകളുണ്ട്, ഏതൊക്കെ പ്രൊജക്റ്റുകൾ ഓൺഗോയിങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനിയെ പറ്റി നോക്കുന്ന സമയത്ത് 6 ഓൺഗോയിങ് പ്രൊജക്റ്റുകളാണ് കമ്പനിക്കുള്ളത്. ഏകദേശം 6,60,000 സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെയിലബിൾ ഏരിയ ഉള്ളത്. അതിൽ പകുതി അവർ സെല് ചെയ്തു എന്ന് പറയുന്നു. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബറിനും 2027 ജൂണിനും ഇടയിലാണെന്നാണ് പറയുന്നത്. ഈ പ്രൊജക്റ്റുകളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2,350 കോടി രൂപയോളം റവന്യൂ പൊട്ടൻഷ്യലുള്ള കമ്പനിയാണ്. ഇതിൽ 622 കോടി രൂപ ഇതുവരെ റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഈ ഒരു കൺസ്ട്രക്ഷൻ ബേസ് നോക്കുന്ന സമയത്ത്. ഇനി 6 വേറെ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അതിൽ ഏകദേശം 5,90,000 സ്ക്വയർ ഫീറ്റ് വിൽപ്പനയ്ക്ക് വരുന്നുണ്ട്. അത് 2,275 കോടി രൂപയുടെ റവന്യൂ പൊട്ടൻഷ്യലാണ് കമ്പനിക്കുള്ളത്. ഈ 12 പ്രൊജക്റ്റുകളും അടുത്ത ഒരു 4 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഏകദേശം 4,000 കോടി രൂപയുടെ റവന്യൂ വിസിബിലിറ്റിയാണ് അടുത്ത 4 വർഷത്തേക്ക് കമ്പനിക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 2024 റവന്യൂ മൊത്തമായിട്ടും 634 കോടി രൂപയാണ് കമ്പനി റവന്യൂ ആയിട്ട് കളക്ട് ചെയ്തത്. ഇതിൽ 27% ഇബിറ്റ മാർജിനാണ് കമ്പനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ശരിയായ രീതിയിൽ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രീ ബുക്കിങ്ങും അവരുടെ പ്രീ സെയിൽസും ഒക്കെയാണ്. പ്രീ ബുക്കിങ്ങും അതുപോലെ തന്നെ പ്രീ സെയിൽസ് ഒക്കെയാണ് മെഷർ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ അവരുടെ ക്രെഡിബിലിറ്റി മെഷർ ചെയ്യുക. ആർക്കേഡ്സിൻ്റെ 2024 പ്രീ സെയിൽസ് ഏകദേശം 13% വർധനമാണ് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വർഷത്തുമായിട്ട് നോക്കുന്നത്. 617 കോടി രൂപയുടെ പ്രീ സെയിൽസ് ആയിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അതിന് 2 പ്രൊജക്റ്റുകൾ പുതുതായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ ഇൻഡസ്ട്രി വൈഡ് ക്യാപിറ്റൽ വാല്യൂ ഏകദേശം 7% വർധനവ് 2024 കാണിച്ചു. കമ്പനിയുടെ റിയലൈസേഷൻ ഏകദേശം ഫ്ലാറ്റായിരുന്നു. 28,500 രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിലായിരുന്നു റിയലൈസേഷൻ വന്നത്. ഈസ്റ്റേൺ മീൻസ് അവർ ബോംബെയുടെ ഈസ്റ്റേൺ മീൻസ് കിഴക്കൻ ഭാഗങ്ങളിലേക്ക് വന്നിരുന്നുവെങ്കിലും
ക്യാപിറ്റൽ വാല്യൂ 10% അതിൻ്റെ ഇൻക്രീസ് കാണിച്ചത്. മറ്റുള്ള പ്ലെയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര വലിയൊരു എക്സോർബൻറ്റ് ഫിഗർ ആയിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസിൻ്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള ഏതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയും വിലയിരുത്തുമ്പോൾ അവരുടെ ഡെറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെറ്റ് കമ്പനിയുടെ ഏതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കും. കമ്പനിയുടെ ഇക്വിറ്റി ബേസ് വളരെ കൂടുതൽ 154 കോടി രൂപയുടെ ഇക്വിറ്റി ബേസാണ് ഈ കമ്പനിക്കുള്ളത്. നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 343 കോടി രൂപയാണ്. മൊത്തം ഈ കമ്പനിയുടെ ഡെറ്റ് എന്ന് പറയുന്നത് 94 കോടി രൂപയാണ്. ഇതിൽ പകുതിയും പ്രൊമോട്ടർ തന്നെ പ്രൊമോട്ട് ചെയ്ത് തന്നെ ഫണ്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. 12% ഇൻട്രസ്റ്റ് റേറ്റിനാണ് ഈ ഫണ്ട് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഇൻട്രസ്റ്റ് ഏകദേശം 15% നിൽക്കുന്നത്. ഇത് ഈ കമ്പനിയുടെ സൈസും കമ്പനിയുടെ ഈ സെക്ടറും, അതായത് റിയൽ എസ്റ്റേറ്റ് സെക്ടറും വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അല്ലെങ്കിൽ നെറ്റ് മാർജിൻ നമുക്ക് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. 19% നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നെറ്റ് മാർജിനാണ് കമ്പനിക്കുള്ളത്. 2024 റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 47%. കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അതായത് 0.3:1 ആണ്. ₹1 കമ്പനിയുടെ ഓണർ നിക്ഷേപിച്ച സമയത്ത് 30 പൈസ മാത്രമാണ് ലോണായിട്ട് പുറത്തുനിന്ന് കമ്പനി എടുത്തിരിക്കുന്നത്. അത് ഇനിയും ഈ പറയുന്ന പണത്തിൽ നിന്നും കുറച്ച് അവർ ഡെറ്റ് റീപേയ്മെൻറ്റ് നടക്കുന്നതോടുകൂടി 0.1:1 ആയി മാറും. അതായത് ₹1 ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറും 10 പൈസയുടെ കടം മാത്രമാണ് കമ്പനിക്കുള്ളത്. ഇത് കമ്പനിയെ സംബന്ധിച്ച് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ IPOയ്ക്ക് ശേഷം അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് 12ഓളം പ്രൊജക്റ്റുകൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫണ്ടിങ് ആവശ്യമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഡെറ്റ് റേസ് ചെയ്യാൻ വേണ്ടി കമ്പനിയെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി വാല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ വാല്യൂഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ വഴിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും അഡ്വൈസറി സർവീസുകൾ നൽകുന്നത്. അതിനായിട്ട് സ്വിംഗീസ് കിങ് എന്ന് പറയുന്ന എൻ്റെ നേരിട്ടുള്ള ചാനലും അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് പോലുള്ള ചാനലുകളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കാണാം. അത് സർവീസുകൾ അവൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. വാല്യൂഷൻ കംഫർട്ടബിൾ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഏകദേശം 20 കോടി രൂപ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആയിട്ട് ഈ കമ്പനി റേസ് ചെയ്തിട്ടായിട്ട് കാണുന്നു. ഇത് 2024 ജൂലൈയിലാണ് റേസ് ചെയ്തിരിക്കുന്നത്. 123 രൂപ പെർ ഷെയറിനാണ് ഈ കമ്പനി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് 2024 ജൂലൈയിൽ നടത്തിയിരിക്കുന്നത്. കമ്പനിയുടെ എൻ്റർപ്രൈസസ് വാല്യൂ ഏകദേശം 2450 കോടി രൂപയാണ്. IPO നോക്കുകയാണെങ്കിൽ ഏകദേശം 3.9x പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ രണ്ട് പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ വരുന്നത്, ഒന്ന് സൂരജ് എസ്റ്റേറ്റുമാണ്. സൂരജ് എസ്റ്റേറ്റിൻ്റെ ഷെയർ പ്രൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ 3 മാസം കൊണ്ട് ഏകദേശം ഡബിളിന് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അവർ ഏകദേശം 7x മൾട്ടിപ്പിൾസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 11% ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് പ്രീ സെയിൽസിൽ സൂരജ് എസ്റ്റേറ്റിനുള്ളത് 2024. അതുപോലെ തന്നെ മറ്റൊരു മിഡ് ക്യാപ്പ് റിയൽ എസ്റ്റേറ്റ് ബിൽഡറായിട്ടുള്ള കീസ്റ്റോണിൽ നോക്കിക്കഴിഞ്ഞാലും ആവറേജ് റിയലൈസേഷൻ 19,000 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റ് ഉള്ളത്. പ്രീ സെയിൽസിൽ 2,300 കോടി രൂപയായിരുന്നു 2024 ഉണ്ടായിരുന്നത്. അവരും ട്രേഡ് ചെയ്യുന്നത് 4.2x. അപ്പോൾ ഈ രണ്ട് കമ്പനികളും ഇവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ രണ്ടും ഇവരെക്കാൾ കൂടുതൽ വാല്യൂഷനിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവരിപ്പോൾ 3.9x പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡെറ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അത് വളരെ നെഗ്ലിജിബിളായിട്ടാണ് ഈ കമ്പനിയെ സംബന്ധിച്ചുള്ളത്. നല്ല മാർജിൻ ഉണ്ട്. 3 പുതിയ പ്രൊജക്റ്റുകൾ കമ്പനി 2025 ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഓൾറെഡി ബൂമിംഗ് മോഡിലാണ് ഉള്ളത്. ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ടും ഗ്രോത്ത് വിസിബിലിറ്റി അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി കമ്പനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ബോംബെ പോലുള്ള നഗരത്തിലാകുമ്പോൾ സമയത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എപ്പോഴും ഒരു ചൂടപ്പം പോലെ വിറ്റഴിയുന്ന സ്ഥലം തന്നെയാണ്. ഇതൊക്കെ നോക്കുന്ന സമയത്ത് ആർക്കേഡ്സിൻ്റെ വാല്യൂഷൻ ഒരു കംഫർട്ടബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള ജിയോഗ്രഫിക്കൽ പ്രസൻസിലായതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ചും മുംബൈ ബേസ്ഡ് ആയതുകൊണ്ട് ആ മുംബൈ കോൺസെൻട്രേറ്റഡ് റിസ്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കംഫർട്ടബിളായിട്ടാണ് തോന്നുന്നത്. സോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, IPO നമുക്ക് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഷോർട്ട് ടേമിലേക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടേം ഗെയിനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്ന തരത്തിലുള്ളൊരു IPO ആയിട്ടാണ് ഇതിനെ തോന്നുന്നത്. സോ ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പോർട്ട്ഫോളിയോ സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞാൽ, കാരണം അതിന് നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ നമുക്ക് വേറെയുമുണ്ട്. ഇതിനെ വേണമെങ്കിൽ വളർന്നു വരാവുന്ന ഒരു സ്റ്റോക്ക് എന്ന നിലയിൽ ഒക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഒരു മൈക്രോ ക്യാപ്പ് സ്റ്റോക്ക് എന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് അതിനെ പോസ്റ്റ് ലിസ്റ്റിങ്ങിന് നോക്കിയതിന് ശേഷം തീരുമാനമെടുക്കാവുന്നതാണ്. പക്ഷേ IPO സ്കിപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. വാല്യൂഷൻ കംഫർട്ടബിളാണ്, അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസിങ് ആണ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ തീർച്ചയായിട്ടും നിങ്ങളൊരു
ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് ചെയ്തതിന് ശേഷം മാത്രം IPO ചെയ്യുക. സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഗൈഡൻസ് അനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപം എപ്പോഴും റിസ്കുകൾക്ക് വിധേയമാണ്. അതുകൂടി കണക്കിലെടുത്ത് വേണം നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്